ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കർണാടകയിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഒരു വീട് കാണാൻ വേണ്ടി ആ വീട്ടിലത്തെ ആൾ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ സ്വർഗ റിയൽ എസ്റ്റേറ്റ് ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാട്ടോ. ബാ പോയേക്കാം. അതെന്താ അവരാക്കണേ അറിയില്ല. നമ്മളിങ്ങനെ പോകുമായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വണ്ടി നിർത്തി ഇങ്ങനെ നടന്നു നോക്കുമ്പോഴാണ് സംഭവം. ಇದು ದನಕ್ಕ ಚೋಳ ಚೋಳ ಜೋಳ ಪುಡಿ ಮಾಡಿ ಸೈಲೇಜ್ ಮಾಡಿ ಇಟ್ಟಿರು. ಒಳಗಡೆ ತಿಂತಾವ್ ನೋಡಾಕಿ ಒಳಗಡೆ ಉಂಟಾ? ಬಾ പോയേക്കാം. ഇതാണ് തിന്നാൻ കൊടുക്കണല്ലേ ചോളത്തിൻ്റെത്. ഒലോട് വരാൻ പറ. ബാട ചെങ്ങായിങ്ങട്ട് എടാ ബാടാ സംഭവം വരുമ്പോ കാണുമ്പോ വന്ന് നോക്കോ അല്ലെ. ആണെ വന്ന് കണ്ടോളി, പിന്നെ കാണാൻ കിട്ടൂല. ധനം ഉണ്ടോ അതില്? ധനം ഉണ്ടാ? ആ ഉണ്ടോ? ധനമുണ്ട്. ചെറിയ ചപ്പല് പുറ ഉണ്ടോ? ಎಷ್ಟು ದನ ಉಂಟು? ಎರಡು. ಇದು ಯಾರದು? ನಿಮ್ದ? സുർക്ക മണക്കുണ്ടല്ലോ അല്ലേ? ചോളത്തിന്റെ തണ്ടും ഇല എല്ലാം കൂടെ കൊത്തിക്കറച്ച് ഇങ്ങനെ ചെറുതാക്കി ಫುಲ್ ಟೈಮ್ ಇಲ್ಲಿ ಮನೆ ಇದೆ ಅಲ್ಲಿ. ನೈಟ್ ಅಲ್ಲಿ ದನ ಬೆಳಗ್ಗೆ ಇಲ್ಲಿ ಇಲ್ಲಿ ಬರ್ತದ. നൈറ്റ് ಅಲ್ಲಿ ಅಲ್ಲಿ വീടിന്റെ അവിടെ രാത്രി, അതായത് രാത്രി വീടിന്റെ അവിടെ കൊണ്ടു കെട്ടും, പകല് ഇവിടെ കൊണ്ടുവന്ന് കെട്ടുന്നു. നിಮ್ದ ಈ ಜಾಗ ಫುಲ್ ನಿಮ್ದ? ಎಷ್ಟು ಏಕರ್ ಉಂಟು? ನಮ್ದು 1.5 ಇದೆ. 1.5 ಏಕರ್ ಉಂಟല്ലേ? ಇಲ್ಲಿ 15 ಗುಂಟೆ ಇದೆ. 15 ಗುಂಟ. ಇಲ್ಲಿ ಬೇರೆ ಕಡೆ ತೋಟ ಎಲ್ಲ ಇದೆ. ತೋಟ ಯಾವ್ದು ಕೃಷಿ? ಜೋಳ. ಫುಲ್ ಟೈಮ್ ಪೂರ್ತಿ ಜೋಳ. ಇದು ದನ ಎರಡು ಮಾತ್ರ? ಎರಡು. ಇನ್ನೊಂದು ಕರ ಇದೆ ಚಿಕ್ಕ. 3 ഉണ്ടല്ലേ? ഒന്ന് ചെറുതുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മെയിൻ ഇതെന്താ വെച്ചാല് ഇതാണ് അല്ലേ? പിന്നെ ഇത് നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഷെഡിനൊക്കെ നല്ല അടിപൊളി ഉണ്ട് അല്ലേ? പിന്നെ ഇവിടെ തട്ടെല്ലാം ആക്കിയിട്ടുണ്ട്. ഇത് നക്കോലെല്ലാം ആക്കാൻ ನಿಮ್ಮ ಹೆಸರು? ನಮ್ಮ ಹೆಸರು ತಿಮ್ಮಪ್ಪ. ತಿಮ್ಮಪ್ಪ. ನಮ್ಮ ಕೇರಳ ಆಳು, ಊರು ಕೇರಳ. ಇಲ್ಲಿ ಫುಲ್ ಪೂರಾ ನೋಡ್ಲಿಕ್ಕೆ ಬಂದದೆ. ಬಿಡ್ಜು ಹೋಯ್ದ್ರಾ? ಎಲ್ಲಿ ಶ್ರಾವಣ ಬ್ರಿಡ್ಜ್ ಹೋಗಿ ಬಂದದ್ದು. ಶ್ರಾವಣ ಬೆಳಗೋಳ 2-3 ದಿನ ಆಯಿ ಮನೆಯಿಂದ. 4 ದಿನ ಆಯಿ ಫುಲ್ ಟ್ರಾವೆಲಿಂಗ್. ಚಾಯ್ ಆಯ್ತು. ಬೇಡ ಬೇಡ, ಈಗ ಆಯ್ತು. ಏನು ಅದೇನು ಪ್ರಾಬ್ಲಮ್? ಗಾಡಿಲಿ ಫುಡ್ ಹಾಕೋದು, ಗ್ಯಾಸ್ ಪೂರಾ ಚಾಯ್ ಆಗಿದೆ. ಇದ್ರದೇ ಹಾಲು. ഈ പശുവിന്റെ ചായ കുടിച്ചിട്ട് പോവാന്ന്. ಬಾ ಇದು ಗಂಟೋ. ಇದು ಎಲ್ಲಿಂದ ಕಟ್ ಮಾಡುದು? ಇದು ಮಿಷನ್ ಬರುತ್ತೆ, ಕಳಿಸ್ಬಿಟ್ಟು ದುಡ್ಡು ಕೊಡ್ತೀವಿ. ಕಟ್ ಮಾಡಿ ಕೊಡ್ತಾರೆ. ಇನ್ನು ಮನೇಲೂ ಇದೆ, ಅದು ಹಸಿರು ಮೇವು ಕಟ್ ಮಾಡ್ಕೊತೀವಿ. ಮನೇಲಿ ಇದೆ. അതിന് പേടി, അതിനെ പിടിക്കാൻ കിട്ടൂല. ಅದೇನು ಶೆಡ್? ಅದು ಬೇರೆ ನಮ್ಮ ಕಾಕ ಅಣ್ಣ ಅವ್ರದ್ದು. ಅವರದಾ? ಅಣ್ಣರ್ದು ಬೇರೆ. ಅದು ಬೇರೆ. ಇದು ಹುಲ್ಲು ಒಣಮೇವು, ಅದು ಗುಡ್ಡೆ ಮುಚ್ಚಿದೀವಿ. ಒಣಗಡ್ಡೆ ಈ ತರ ಮೇವು. ಗೊತ್ತಾಯ್ತು. കൃഷിയൊക്കെല്ലാം അടിപൊളി കൃഷി സ്ഥലങ്ങളല്ലേ? അതെ. കേരള ಜಾಸ್ತಿ ಹೈಟ್ ಏರಿಯಾ. ಇಲ್ಲಿ ಇದು ಫುಲ್ ಪೂರಾ ಲೆವೆಲ್. ಕೇರಳ ಫುಲ್ ಹೈಟ್ ಏರಿಯಾ. ಸುಮ್ಮನೆ ನೋಡ್ಲಿಕ್ಕೆ ಟ್ರಾವೆಲಿಂಗ್. ಮನೆಯಲ್ಲಿ ಜಾಸ್ತಿ ದೂರ ಉಂಟಾ? ಇದೇ ಮನೆ. ಬನ್ನಿ ಹೋಗೋಣ, ಟೀ ಕುಡಿಯೋಣ. ಬೇಡ ಪರವಾಗಿಲ್ಲ, ಬೇಡ. ಬನ್ನಿ. നമുക്ക് വീടും കൂടി ഒന്ന് പോയി കണ്ടുവരാം അല്ലേ? ചായ കുടിച്ചിട്ട് പോവാൻ വണ്ടി ലോക്കാക്കി കേട്ടെ. ഇതൊക്കെ പശു കണ്ടോ? പശുക്കുട്ടി ഇല്ല, അതൊന്നും ചെയ്യൂലെന്ന് തൊടാന്ന്, കുത്തൂലെന്ന്.
വണ്ടി ലോക്കാക്കിയിട്ട് വരൂലേ പക്ഷേ നമ്മളിങ്ങനെ അതിലെ പോവായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മൾ ഇവിടെ പശുവിന് ഈ സംഭവം എല്ലാം കാണാൻ വേണ്ടി ഇറങ്ങിയത്. അണ്ടെങ്കിൽ അവിടുന്ന് വേറെ ആള് പശുവിനെ കൊണ്ട് ഇറക്കണം. എല്ലാരുടെ വീട്ടിലും പശുവാണ്. കന്നഡ തന്നെ വരുന്നത്. എല്ലാരും വീട്ടിലും ഉണ്ട്. ഇതൊക്കെ വലിയ വീടാണല്ലോ ഇവിടെ അല്ലേ? ഇവിടുത്തെ പുതിയ വീടാവുന്നുണ്ട്. അപ്പൊ അവര് അവരെ വീട്ടിലേക്ക് ഒന്ന് ക്ഷണിച്ചിട്ടുണ്ട്. ഒന്ന് പോയി നോക്കാല്ലേ? പോയി നോക്കാം. ചായ കുടിച്ചിട്ട് പോവാം. നമുക്ക് പശുവിന്റെ ചായ കുടിച്ചിട്ട് പോലെ. ഇതൊക്കെയാണ് നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാല് അല്ലേ? നമ്മള് വെറുതെ കണ്ടപ്പോ ഇറങ്ങിപ്പോയി നോക്കി. നാട്ടിലൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ അങ്ങനത്തെ നമ്മളവിടെ ആരും മൈൻഡ് ആക്കന്നല്ല. ഇങ്ങോട്ടെല്ലാം അത് തന്നെ അല്ലേ? ഫുള്ള് ഗ്രാമപ്രദേശം തന്നെ അല്ലേ? അതെ. ഇഷ്ടംപോലെ വീടുകളുണ്ടല്ലേ? ചെറിയ വീടുകൾ, പണ്ടത്തെ മോഡല്. ഈ നമ്മളീ പാലക്കാടൊക്കെ പോകുമ്പോ കണ്ടില്ലേ അവിടുത്തെ ഈ ബ്രാഹ്മണ വീടുകളൊക്കെ, അതുപോലെ. കോലം വരച്ചിട്ട് അല്ലേ? എല്ലാരും വീടിന്റെ വാതിക്കല് കോലം എല്ലാം വരച്ചിട്ടുണ്ട് കേട്ടോ. തുളസിത്തറയുണ്ട്. സണ്ണ സണ്ണ വീടുകളല്ലേ? ചെറിയ ചെറിയ വീടുകള്. വെള്ളത്തിന്റെ ഒക്കെ നോക്കി നമ്മളവിടെയൊക്കെ എത്രങ്ങാനും വലിയ വീടുകളാണ് ഉണ്ടാക്കണേല്. പണ്ടത്തെ പഴയ വീടുണ്ടോ? മണ്ണോണ്ട് തേച്ചിട്ടുള്ള വീട്, മണ്ണോണ്ട് ആക്കിയിട്ടുള്ള വീട്. നല്ല മഴക്കാറുണ്ട് തോന്നണല്ലേ ഇന്ന്? ഇതാ അവരുടെ വീട്. ಇದು ಪಂಚಾಯತ್ ನೀರಾ? ಪಂಚಾಯತ್ ನೀರು, ಇದು ಸ್ವಂತ ಗ್ರಾಮ ನೀರು. ಗ್ರಾಮದ ಈಗ ಈ ಗ್ರಾಮ ಹೆಸರು ಏನು? ದೊಡ್ಡ ಆಲದ ಹಳ್ಳಿ. ದೊಡ್ಡಾಲದಹಳ್ಳಿ. 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 ಇದೆಷ್ಟು ಸೆಂಟ್ ಉಂಟು ಜಾಗ? ಇದು ಅಲ್ಲಿಂದ ರೋಡಿಂದ ಬರುತ್ತೆ. ಅಲ್ಲಿಂದ ಅಲ್ಲಿ ರೋಡ್ ಬರ್ತದ? ಮತ್ತೆ ಆ ಕಡೆ ರೋಡ್ ಇದೆ. ಅದು ಮುಲ್ಲಪೂ. ಆ ಕಡೆ ನಮ್ಮ ಅಣ್ಣರದು ಅಣ್ಣ ಇದಾ? നമുക്ക് ഒളകി പോയി ഒന്ന് കണ്ടിട്ട് വരാം. കോലം എല്ലാരും വീട്ടിലും വരയ്ക്കും. ನೀರು ಪೂರಾ ಟೈಮ್ ಬರ್ತದಾ? ಟೈಮ್ ಪ್ರಕಾರ ಒಂದು ಗಂಟೆ ಬಿಡ್ತಾರೆ ಅಷ್ಟೇ. വീടാ ಎಷ್ಟು ರೂಮ್ ಉಂಟು? വീടല്ലേ? ಬನ್ನಿ ಒಳಗೆ ನಡ್ರಿ. ഹാളാണിട്ടത്. മച്ചു പോലെ ആക്കിയുണ്ടോ? ചെറിയ വീട് അല്ല? കൃഷി. നമുക്ക് കൃഷി. ನಿಮ್ದು ಏನು ಬೆಳೆ? ತೆಂಗು റബ്ബർ മെയിൻ. കേരള ഫുള്ള് റബ്ബർ, തെങ്ങു, കഗ്ഗു ಎಲ್ಲ. ನಾವು ಯಾದವರು ನಾವು. ನೀವು ಯಾದವ್ರ? ತಿರುಪತಿ, ಇದು ಶ್ರೀಕೃಷ್ಣ, ಉಡುಪಿ ಅವ್ರು ನಾವು. യാദവ നല്ല. നമ്മള് മറ്റേ ഈഴവ. നമ്മ പൂജാരി ഇല്ല? പൂജാരി ശ്രീനാരായണ ഗുരു. ഇത് ആര്? ನಮ್ಮ ತಾಯಿ. ತಾಯಿ. ಮಕ್ಕಳು ಇಲ್ವಾ? ಮಕ್ಕಳು 3 ಜನ ಹೆಣ್ಮಕ್ಳು, ಎಲ್ಲ ಮದುವೆ ಆಗಿದೆ. 3 പെൺമക്കളാണ്. എല്ലാരും കല്യാണം കഴിഞ്ഞു. ചായ 3 മതി അല്ലേ? 3 ചായ ಸಾಕು. ಅವರು ചായ കുടിക്കുന്നില്ല. ಹಾಲು ಕುಡಿಯುವ ಮಕ್ಕಳು. ಹಾಲು ಆണോ? ചായ മാത്രം. ಅಲ್ಲ ದೇವ್ರ ಮನೆ. ಪೂಜಾ ರೂಮ. പൂജാ റൂം. ഇത് പൂജാ റൂം അല്ലേ? നമ്മളെ നാട്ടില് പണ്ടത്തെ പോലെ തറവാട് വീട് പോലെ നിലൊക്കെ കാവിട്ട് മച്ചൊക്കെ ഉള്ള അങ്ങനത്തെ വീട്, ഓടൊക്കെ ഇട്ട്.
ആ ജാസ്തി വേറെ ഉണ്ടല്ലോ ഇത് ಬೇರೆ ಉಂಟು ಇದು ನಮ್ದೇ ഇത് അടുക്ക കിച്ചൺ കിച്ചണൊക്കെ കിച്ചണൊക്കെ ഇതൊക്കെ കാവി സ്റ്റൈലാക്കിട്ടില്ലേ അടുക്കള പാത്രങ്ങൾ കണ്ടോ, ഇഷ്ടംപോലെ പാത്രങ്ങൾ ഇതൊക്കെ ഒതുക്കി വെച്ചാണ്ടോ. പാത്രം കണ്ടോ? ആ അക്കിയാ ಆಟನದು ಅರಿ ಆಟನದು ಖಾರ ರುಬ್ಬೋದು ಕರೆಂಟ್ ಇಲ್ದ ಹೋದ್ರೆ ಮಿಕ್ಸಿ ಇಲ್ದ ಹೋದ್ರೆ ಮಿಕ್ಸಿಲ ಇದು ಮುದ್ದೆ ಮಾಡ್ತೀವಲ್ಲ ರಾಗಿ ಮುದ್ದೆ ಇದು ಹೊಸ ಜನ ಆದ್ರೆ ಇದಕ್ಕೆ ತಿರುವುದು, ಜಾಸ್ತಿ ಜನ ಬಂದ್ರೆ ഇതിലാക്കും. ഇത് റാഗി എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിട്ട് റാഗി മുദ്ദ അതിങ്ങനെ ബോള് പോലെ ആക്കിയെടുക്കും. അത് നമ്മളെ വീട്ടിലാവശ്യത്തിനാണ് ഇങ്ങനത്തെ ചെറുത് മതി, കുറച്ച് മതിയല്ലോ. ആള് ജനം കൂടുതലുണ്ടെങ്കിൽ അത് വലുതെടുക്കും. ಇದು ಅದಕ್ಕೆ ಹಾಕೊಂಡು ತಿರುವುದು ಹಿಂಗೆ ಇದು ತಪ್ಪಲಿ ಇರುತ್ತಲ್ಲ, ಈಗ ಇದು ಮುದ್ದೆ ತಪ್ಪಲಿ ಇದು ಹಾಕೊಂಡು ಹಿಂಗ್ ಕಾಲ್ ಹಾಕೊಂಡು ತಿರುವುದು അങ്ങനെ. ഐഡിയ ചൂടുള്ള പാത്രം എടുക്കാൻ വേണ്ടിട്ട്. അടുക്കള ചെറിയ അടുക്കള അല്ലേ? ചെറിയ അടുക്കള, നല്ല സൗകര്യം ഉണ്ട് അല്ലേ? നല്ല സൗകര്യം ഉണ്ട്. ഇനി ഇങ്ങോട്ട് പോയേക്കാം നമുക്ക്. ഇവിടെ ഇതിവിടെ സ്റ്റോർ റൂമാണ് അല്ലേ? ഇവിടെ സ്റ്റോർ റൂമാ, ബാത്റൂം അല്ലേ? ഇത് ബാത്റൂമാ? ഇത് ഇതുണ്ടോ മറ്റേ കുളിമുറിയാണ്. സ്നാനം അവിടെ ഉള്ള കുളിമുറിയാണ്. ഇതാ ബെങ്കിയാക്കുന്നുണ്ടോ? ആ വെള്ളം ചൂടാക്കണ ഇതെല്ലാം ഉണ്ട് അല്ലേ? പുല്ല് ഇതിൽ വെച്ചിട്ടാ കട്ട് ചെയ്യല്ലേ? ഈഗാക്കി ഇവിടെയാണ് പശുവിന്റെ തൊഴുത്തത്. ഇത് ഇല്ലി കെട്ടത് രാത്രി മാത്രം, നൈറ്റ് വീടിനോട് ചേർന്ന്. അയ്യോ അല്ലേ, അത് എന്ത് ബാത്റൂം? അത് ഇവിടെയാണ് ബാത്റൂം അല്ലേ? ഫുള്ള് സൗകര്യം ഉണ്ട് അല്ലേ? എല്ലാ സൗകര്യം ഉണ്ട്. അങ്ങനെയാണ് നമ്മളെ ഇത് കട്ട മണ്ണ് ഇത് കോൺക്രീറ്റ്, ഇത് മണ്ണിനാ ഇഷ്ടികയല്ല മണ്ണിന്റെ മണ്ണ് ഫുള്ള് പൂര ಅಲ್ಲಿ ಬೇರೆ ಮಳೆ ಬಂದಾಲೆ ಕೆಳಗೆ ಬರುತ್ತೆ. ಇದು ಆಗಿದೆ, ಅದಕ್ಕಾಗಿ ಅಲ್ಲಿ ಶೆಡ್ ಮಾಡಿರೋದು. ಇದ ಸರಿ ಮಾಡಿಸ್ಬೇಕು, ಇದಾಕ್ಬೇಕು, ಹೋಗ್ಬಿಟ್ಟಿದೆ. ಇವಾಗ ಅಲ್ಲಿ ಶೆಡ್ ಇದೆಯಲ್ಲ. ಎಷ್ಟು ವರ್ಷ ಇದು ಮನೆ? ಇದು 150 ವರ್ಷ. 150 ವರ್ಷ ಹಳೆ ನಮ್ಮ ತಾತ ಮುತ್ತಾತ. ഇത് റോഡാ? വെല്ലച്ചൻ എല്ലാരും ഇവിടെ തന്നെ ആയിരുന്നു അല്ലേ? ഇത് റോഡ് അല്ലേ? ഇത് റോഡ്. ഇവിടെ തന്നെ കടയെല്ലാം ഉണ്ടല്ലോ. നല്ല രസമുണ്ടല്ലേ? കൊറേ വീടുകൾ, അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇത് കണ്ടതാണ് മണ്ണ്, മണ്ണിന്റെ. അങ്ങനെ നമ്മളെ കർണാടകയിലെ ഒരു വീട്ടില് അല്ലേ ഒരു വീട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അല്ലേ നമ്മളെ. ഇവരെല്ലാം അവിടുന്ന് കണ്ടേ കടയിൽ നിന്ന്. ಅಲ್ಲಿ ನೋಡಿ ಬಂದದ್ದು ಇನ್ನಿ ಬ್ರಿಡ್ಜ್ ಇಲ್ಲೇ ಅಲ್ಲಿ പോയി. ನಿಮ್ಮ ಮನೆ ಇದ? അവരെ ഞങ്ങൾ രാവിലെ കണ്ടായിരുന്നു. രാവിലെ കടയിൽ നിന്ന് ചായ കുടിക്കാൻ നേരം കണ്ടായിരുന്നു അവരെ. ഓക്കെ ಬೇಡ ഇനി ಜಾಸ್ತಿ ದೂರ ಹೋಗ್ಬೇಕು. ಇನ್ನು ಡ್ಯಾಮ್ ಇಲ್ಲೇ, ഡാം നെക്സ്റ്റ് ചർച്ച് ഇല്ലേ? ಓಕೆ ನಾ പോവാം. ഓക്കെ ಬೆಳಿಗ್ಗೆ ಅವರ ಸಿಕ್ಕಿದೆ ಅಲ್ಲಿ ಅಲ್ಲಿ ಚಾಯ ಹಾಕಿപ്പോ ಅಲ್ಲಿಂದ ಸಿಕ್ಕಿದೆ ಸಿಕ್ಕಿಲ್ಲ ನೋಡಿ. ಮನುಷ್ಯರ നല്ല രസമുണ്ട്. അത് തണുപ്പില്ലേ? അതൊക്കെ ഫുള്ള് എന്താ പറയാ, തണുപ്പിന് എന്താ പറയുക? ഇത് കോൾഡ് ഫുള്ള് എന്താ പറയാ, കോൾഡായിട്ട്
ಹ್ಮ್ ಸೆಕೆ ಬರಲ್ಲ. ಕೋಲ್ಡ್ ಕೋಲ್ಡ್. ಕೋಲ್ಡ್. ಬಿಸಿಲು ಜಾಸ್ತಿ ಚೂಡല്ലേ. ಇದು ರಾಗಿ 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 ಮುದ್ದೆ ರಾಗಿಯ ಬೆಳಿತೀವಲ್ಲ, ಹಾ ಅದ ಬಡ್ದಾಗ ಅದ್ರೊಳಗೆ ತುಂಬಿಡೋದು, ಹಿಂಗೆ ಇಟ್ಬಿಟ್ಟು ಕೆಳಗೆ ಹಾ ರಾಗಿ ಹಾಕಿ ಇಡಕ್ಕೆ. ರಾಗಿಯ ರಾಗಿ. ಹಾ ರಾಗಿ അതിനകത്തിട്ട് വെക്കാന്നോ? ಹಾ ಅದ ಕೆಳಗೆ ನಿಲ್ಲಿಸ್ಬಿಟ್ಟು ಹಿಂಗೆ ಕೆಳಗೆ ಇಟ್ಬಿಟ್ಟು ಹ್ಮ್ ಇದು ಕೆಳಗೆ ಇಡ್ತೀವಿ. ಹ್ಮ್ ಅದ ನಿಲ್ಲಿಸ್ಬಿಟ್ಟು ಅದ್ರ ಮ್ಯಾಲ ಮುಚ್ಚೋದು. ಹಾ ಹಾ ಅಟ್ಟಿಟ್ಟಿದೀವಿ. അതിലിട്ട് ഉണക്കിയിട്ട് ಮತ್ತೆ ಅದು ಹಾ ಕೆಳಗಡೆ ಇಟ್ಟು കാലാക്കി അതിലാക്കും. അത് വെയിലത്തിട്ട് ഉണക്കാൻ ആ ഷീറ്റിനകത്തിട്ട് ആക്കും. പിന്നെ അത് എന്താ പറയാ കാലുകൊണ്ട് ചവിട്ടി തിരിഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. കിച്ചോക്കാരുടെ കർണാടകയിൽ വന്നൊരു വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കാണ്. കർണാടകക്കാരാണ് മനുഷ്യൻ. ಹೆಣ್ಮಕ್ಳು 3 ಜನ ಎಲ್ಲ ಮದುವೆ ಆಗಿದೆ. ಎಲ್ಲಿಗೆ? ಇಲ್ಲ ಒಂದೂರಿಗೊಬ್ರು ಒಳೆ ನರಸೀಪುರ, ಆ ಕಡೆ ಸೈಡ್ ಅರ್ಕಲಗೋಡು ಅಲ್ಲಿ ಕೊಟ್ಟಿದ್ವಿ. 3 3 ಹೆಣ್ಣು. ಹೆಣ್ಣು ಮಕ್ಕಳು. ആണും ഇല്ല. ಇಲ್ಲ 3 പെൺമക്കളല്ലേ? 3 പെൺമക്കളെ കല്യാണം കഴിഞ്ഞു പോയി. ഒറ്റയ്ക്കുള്ളൂ. കുഞ്ഞു ക്ലാസ്. ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ കുഞ്ഞതാ ಅല്ലേ? ഇതാണ് പാകം. കേരള ಜಾಸ್ತಿ ದೊಡ್ಡ ಗ್ಲಾಸ್. ಇದು ಸಣ್ಣದು. ನಾವು ಒಂದು ದಿನಕ್ಕೆ 5 ಸಲ ಕುಡಿತೀವಿ. ಸ್ವಲ್ಪ ಬೆಳಿಗ್ಗೆ 6 ಗಂಟೆ, 10 ಗಂಟೆ, 1 ಗಂಟೆ ಕುಡಿತಾ ಇರೋದು. ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നില്ലേ? ಟೀ ಪುಡಿ ಸಕ್ಕರೆ, ചക്കര, ಟೀ ಪುಡಿ, ചായപ്പൊടി, ചക്കര, ಕಾಫಿ ಪುಡಿ ಅಲ್ಲ, ಚಾಯ್ ಕುಡಿಯಲ್ಲ, ಚಾಯ್ ಸಕ್ಕರೆ. ചക്കര. ನೀವು ಬರೀ ಡಿಕಾಕ್ಷನ್ ಮಾತ್ರನಾ ಕುಡಿಯೋದು? അല്ല ഇത് ഇഞ്ചിക്ക് എന്ത് പറയും? ഇഞ്ചി. ഇഞ്ചി എന്ത് പറയും? ഇഞ്ചി ಸಕ್ಕರೆ ചക്കര അല്ല അത്. ಏನಾರ ಇದೆಯಾ? ഇഞ്ചിക്ക് ഇപ്പൊ എന്ത് പറയും? ಶುಂಠಿಲ ಕನ್ನಡಕ್ಕೆ ಶುಂಠಿ ಇದು ಹಾಕಿದ ಸ್ವಲ್ಪ ಹಾಕಿದೆ. ಹಾಕಿದೆಯಾ? ಶುಂಠಿ ಹಾಕಿದೆಯಾ? ಕುಡಿಯಲ್ವಾ? ಟೇಸ್ಟ್ ಉಂಟು, നല്ല ಉಂಟು. ಆದ್ರೆ ಶೀತ ಅಂದ್ರೆ ಶೀತ ಹೊಡಿಯಕ್ಕೆ ಅಂತ ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಈ ಆಗುತ್ತೆ. ಸೊಪ್ಪೊಳಿಕೆ ಸ್ವಲ್ಪ ಹಾಕ್ತೀವಿ. ಸ್ಮೆಲ್ಲಲ್ಲೇ ಪತ್ತೆ ಮಾಡಿದ. ഞങ്ങൾ ಸ್ವಲ್ಪ ഒരു 6 ಮಂತ್ വേണൂര് എന്താ സ്ഥലത്തിന്റെ പേര്? ಬೆಳ್ತಂಗಡಿ. ಅಲ್ಲಿ 1 ವರ್ಷ ಅಲ್ಲಿ. ಅಲ್ಲೇ ಇದ್ರ? ಅಲ್ಲೇ ಇದ್ರಿ. ಬೆಳ್ತಂಗಡಿ ಗೊತ್ತಲ್ಲ? ಬೆಳ್ತಂಗಡಿಯಲ್ಲಿ ಇದ್ರಂತೆ. ಧರ್ಮಸ್ಥಳ ತಿನ್ಮಂದ ಮಾಡಿದ್ರ ಒಬ್ರು ನಾಯಿ ಇವೆಲ್ಲ ಸಾಕ್ಯವ್ರಲ್ಲ, ಅಲ್ಲಿಗೆ ಹೋಗಿದ್ರ? ಇದು ನಾಯಿಗಳು ಸಾಕಿದೆಯಲ್ಲ ಒಂದ ತಾತ, ಅಲ್ಲಿಗೆ ಹೋಗಿದ್ರ? ಇಲ್ಲ ಅಲ್ಲಿ ಚಿಕ್ಕಮಂಗ್ಳೂರ್ ಸೈಡ್ ಫಾರೆಸ್ಟ್ ಒಳಗೆ ನಾಯಿ ಕೋಳಿ ಪ್ರಾಣಿಗಳಿಗೆ ಅಲ್ಲಿ ಹೋಗಿದ್ದಿಲ್ಲ. ನಮ್ಮ ಧರ್ಮಸ್ಥಳ ಅಲ್ಲೇ ಇಲ್ಲ. ಧರ್ಮಸ್ಥಳ ಸೈಡ್ ಡ್ಯಾಮ್ ಹೋಗಿದ್ರ? ಇಲ್ಲ, ಅಲ್ಲಿ ಇನ್ನೂ ಹೋಗ್ಬೇಕು ಡ್ಯಾಮ್. ಅಲ್ಲ, ಇಲ್ಲೇ ಹೋಗಿ ಹಿಂಗೆ ഞാനീಗ എന്താ ಈಗ ಇಲ್ಲಿ ಬ್ರಿಡ್ಜ್ ನೋಡಿ, ಮತ್ತೆ ಡ್ಯಾಮ್ ನೋಡ್ಬೇಕು. ಚರ್ಚ್ ಉಂಟು, ಚರ್ಚ್ ಅಲ್ಲಿ ಹೋಗ್ಬೇಕು. ಮತ್ತೆ ಮನೆ ಎಲ್ಲಿರೋದು ಈಗ? ತಮಿಳ್ನಾಡು. ಅಲ್ಲಿಂದಲೇ ಬಂದಿರೋದ? ಈಗ ಒಂದ್ ದಿವ್ಸಕ್ಕೆ ಹೋಗಕ್ಕಾಗತ್ ನೀವು? ಇವ್ರು ಬಂದು ವಾರ ಆಯ್ತಾ? 4 ದಿನ ಆಯ್ತು. ಮನೆ ಪೂರಾ ಅಲ್ಲಿ ಇಲ್ಲಿ ಹೋಗಿ ಗಾಡಿದಲ್ಲಿ ಸ್ಟೇ ಹಾಕಿ, ಫುಡ್, ಸ್ಟವ್, ಗ್ಯಾಸ್ ಎಲ್ಲ ಗಾಡಿದಲ್ಲಿ ಉಂಟು. അടിപൊളിയുണ്ടോ? നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ ആരും ഇങ്ങനെ
ആരെ കണ്ടാലും മൈൻഡ് ആക്കൂല. ഇത് നോക്കിക്കോ നിങ്ങള്, നമ്മളെവിടുന്നോ വന്ന മനുഷ്യന്മാരാണ്. ഏതൊരു നാട്ടിലല്ലേ? മുതര മുതര ಗೊತ್ತಾಯ್ತು. മുതിര. ಇದು ಸಾರ್ ಮಾಡ್ಲಿಕ್ಕ ಇದು ನಮ್ದು ಊರಿನಲ್ಲಿ ಸಾರ್ ಮಾಡು, ತೆಂಗಿನಕಾಯಿ ಎಲ್ಲ ಹಾಕಿ. എന്നതാ പറയണേ? മുതരല്ലേ നമ്മള് വേവിക്കുന്ന മുതര, ആ മുതരാണിത്. ಅದು ಮೊಳಪಿച്ച ಇനി ಇದು ಕರಿ ಹಾಕಾನೆ. ಇವತ್ತು ಇದು ಸಾರು ಮಾಡ್ಲಿಕ್ಕೆ ಎಣ್ಣೆ ಮಾಡಿದ್ದು ಬಸ್ಸಾರು ತರಕಾರಿ ಜೊತೆಗೆ ಹಾಕ್ತಿವಿ. ಇದು ಸೊಪ್ಪು ಇರುತ್ತೆ, ಸೊಪ್ಪು ಇದು ಹಾಕಿ ಉಪ್ಸಾರು ಅಂತೀರ. ഇത് അതിന്റെ ഇലയും ചപ്പെല്ലാം ഇട്ടിട്ട് ചാറ് മാടും, ചാറാക്കും. ಇದು ತರಕಾರಿ ಜೊತೆಗೆ ಹಾಕ್ಬೋದು, ಆಮೇಲೆ ಸೊಪ್ಪಿನ ಜೊತೆಗೆ മല്ലി അത് അല്ല അത് മുതര മുളപ്പിച്ചത്. മുളപ്പിച്ചത് ಇದು ಒಣಗಿಸ್ಬಿಟ್ಟು ಇಟ್ಕೊಂಡು ಸೊಪ್ಪು ತರ್ತೀವಲ್ಲ, ಸೊಪ್ಪು ಅದ್ರ ಜೊತೆ ಹಾಕ್ಬಿಟ್ಟು ಓಕೆ പോവാം. ಇವತ್ತೇನು ಸಾರು ಊಟಕ್ಕೆ? ಇವತ್ತ ಸೊಪ್ಪು ಬೇಳೆ ಏನೇ ಅದೇ ಸಾರು. ಇದೇ ಸಾರು. ಸೊಪ್ಪು ಅದು ಹಾಕಿ. ಬೇಡ 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 ಮತ್ತೆ ಬರ್ತೀನಿ. ಬನ್ನಿ, ಬಂದಾಗ ಈ ಕಡೆ ಬಂದ್ರೆ ಬನ್ನಿ ಇಲ್ಲಿ. ಓಕೆ. ಅಕ್ಕ പോവാം. ಇದು ರೂಮ್ ಅല്ലേ? ಇನ್ನು ಮತ್ತೆ ಸ್ವಲ್ಪ ದಿನ ಮತ್ತೆ ಅವರು ಅಮ್ಮ ಬನ್ನಿ, ಅವಾಗ ಬಂದಾಗ ಬನ್ನಿ ಎಲ್ಲ. ತಾಳಲ್ವಾ ನಾಮ ರಾತ್ರಿರಾ ಬಾಯ್ ಈ ಕಡೆ ಇಲ್ಲ ഒരു ആചാരപ്രകാരമാണ് കേട്ടോ, കുങ്കുമെല്ലാം ആക്കി. അടിപൊളി. ಬರ್ತೀರಾ? ಆಯ್ತು. അപ്പൊ നമുക്ക് പോലെ എന്നാല് പോവാം. നമുക്ക് നമ്മളറിയാത്തൊരു ഏരിയ, അറിയാത്ത ആൾക്കാർ നമ്മളെ വിളിച്ചു ക്ഷണിച്ചു അല്ലേ, ചായ എല്ലാം തന്നു. അപ്പം ഞങ്ങൾ നാല് മറ്റേ ബർത്തിനി. ഓക്കെ.